ഹലോ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും തന്നെ റെഗുലറായിട്ട് ഫേസ് വാഷ്, ഫേസ് പാക്ക്, സിറംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ആക്കുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക പേരും. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്കിൻ ടോണിന് ചേരാത്ത തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും യൂസ് ആക്കുക. അപ്പോൾ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ സ്കിൻ ടോൺ ഏത് ടൈപ്പാണെന്നാണ്. അപ്പോൾ വലിയ ചിലവുകളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്കിൻ ടോൺ മനസ്സിലാക്കാൻ പറ്റുകയെന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ആദ്യം തന്നെ ഒരു 4 പീസായിട്ട് മുറിക്കുക. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒരു 4 പീസാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനു മുൻപ് എല്ലാവരും ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ ഈ നെറ്റിയുടെ ഭാഗത്ത് ഇവിടെ 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 ഇങ്ങനെയായിട്ടാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 4 സ്ഥലത്ത് ഈ സംഭവം വെച്ചിട്ട് കുറച്ച് സമയം ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇത് എല്ലായിടത്തും ഒട്ടിയിരുന്നിട്ട് വേഗം തന്നെ നിലത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സ്കിൻ ആയിരിക്കും. ഇത് വീഴാതെ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഓയിലി സ്കിൻ ആയിരിക്കും. ഒട്ട സമയത്ത് പോലും ഒട്ടാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ആയിരിക്കും. പിന്നെ ഈ ഭാഗത്തും മാത്രം ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ അത് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഭാഗത്ത് പോന്നു, ഈ ഭാഗത്തെയും ഒരുമാതിരിയിട്ട് പോവാം എന്നുള്ള രീതിക്ക് ഇരിക്കുന്നത്. ഇതും നേരാവണ്ണം ഇരിക്കുന്നില്ല. എൻ്റെ ഈ ഒരു സംഭവം മാത്രമാണ് നല്ല രീതിക്ക് ഒട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഈ ഭാഗത്തും എനിക്കറിയാം എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആണെന്നുള്ളത്. കാരണം എൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും എനിക്കങ്ങനെ ഓയിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തും പിന്നെ ഇവിടെയായിട്ട് കുറച്ച് ഇടയ്ക്ക് ഓയിൽ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. അപ്പം എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. എൻ്റെ ഇവിടെ മാത്രമാണ് ലാസ്റ്റ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം നിലത്തേക്ക് വീണു. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ബ്യൂട്ടി സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് സംഭവങ്ങൾ വരുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എപ്പോഴും പറയുന്നത് പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.